മഹാനവറുകൾ എപ്പോഴും പറയും, ഹിദായത്തിന്റെ വെളിച്ചം എന്താണ് എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ മനസ്സിനുള്ളിൽ ഒരു കൊതിയുണ്ടായിരുന്നു, അതൊന്നറിയണം, അതൊന്ന് പുൽകണം. അവര് പറയുമായിരുന്നു, ലബ്ബൈക ലബ്ബൈക ഹഖൻ ഹഖാ ലബ്ബൈക തഅബ്ബുദൻ വരിഖാ ലബ്ബൈക ഹഖൻ ഹഖാ തഅബ്ബുദൻ വരിഖാ. കഅബാലയത്തിന്റെ ചുറ്റും നടക്കുമ്പോ ഇങ്ങനെ ഒരു ഇബാദത്തുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. കഅബാലയത്തെ നോക്കി നിന്നുകൊണ്ട് അവർ പറയും, ലബ്ബൈക റബ്ബേ നിനക്കുത്തരം 2 തവണ, ഹഖൻ ഹഖാ സത്യമായും സത്യമായും, തഅബ്ബുദൻ വരിഖാ ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, നിന്റെ അടിമയാണ്, തഅബ്ബുദൻ വരിഖാ നിനക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ആ ഒരുത്തരെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, സ്വമദാണ്, റഹ്മാനാണ്, റഹീമാണ്, ലം യലിദ് വലം യൂലദാണ്, വലം യകുൽ ലഹു കുഫുവൻ അഹദാൻ. ഈ വിശദീകരണമൊന്നും അറിയില്ല. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന റഹ്മത്തുള്ളാഹി അലൈഹി ഹനീഫികളിൽ കഴിഞ്ഞു പോയ മഹാൻ അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങളുടെ മോള് ഞാനന്ന് കണ്ടിരുന്നു. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ കഅബാലയത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് മഹാനവറുകൾ പറയുന്നത് ഞാനന്ന് കേട്ടിരുന്നു, അല്ലാഹുവേ അല്ലാഹുവേ വല്ലാഹി ലൗ അഅലമു ഹബ്ബൽ വുജൂഹി ഇലൈക ലഅബത്തുക ബിഹി. അല്ലാഹുവേ നിന്നെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്, നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന അതിന്റെ വിശേഷപ്പെട്ട രൂപം, നിനക്കിഷ്ടമായ രൂപം, നിസ്കാരം എന്തെന്ന് എനിക്കറിയില്ല. അതിനർത്ഥതാണ് എങ്ങനെയാ ഇബാദത്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. റബ്ബേ അത് പഠിപ്പിച്ചു തരാൻ ഒരു നബിയോ, അത് പഠിപ്പിച്ചു തരാൻ ഒരു ദൂതനോ ഒരു ആലിമോ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ റബ്ബേ ഞാൻ അതുപോലെ നിന്നെ ഇബാദത്ത് ചെയ്യേനെ. ഇത് പറഞ്ഞിട്ട് നേരെ മണ്ണിലേക്ക് വീഴും, നെറ്റുകുത്തിയിട്ട് സുജൂദിൽ കിടക്കുന്ന പോലെ. സുജൂദാണതിന്റെ പേരെന്നറിയില്ല, ഇത് ഇബാദത്തിന്റെ രൂപമാണെന്നറിയില്ല. പടച്ചവൻ എനിക്ക് നിന്നെ പറ്റി അറിയില്ലല്ലോ, പക്ഷേ എന്റെ നാട്ടുകാർ ചെയ്യുന്ന ബിംബാരാധന ശരിയല്ലെന്ന് എനിക്കറിയാം. സത്യം മറ്റെന്തോ ആണ്, അത് ഇബ്രാഹിം നബി കൊണ്ടുവന്നതാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, വല്ലാഹി മാ മിൻകും അലാ ദീനി ഇബ്രാഹിം അഹദുൻ ഗൈരി, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ആ സത്യസന്ധമായ മാർഗത്തിൽ കഴിയുന്നത് ഞാനല്ലാതെ മറ്റാരുമല്ല. ഞാൻ ഒറ്റക്ക്, ഞാനാണ് ഇബ്രാഹിം നബിയുടെ മതത്തിലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഖുറൈശികളെ, നിങ്ങൾ ചെയ്യുന്ന പൂജകൾ, നിങ്ങൾ ചെയ്യുന്ന ഉത്സവങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങൾ, ഇതല്ല ലോകം പടച്ച രക്ഷിതാവിനെ ആരാധിക്കേണ്ട വഴിയെന്ന് എനിക്കറിയാം. മഹാനവറുകൾ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടാൻ അനുവദിക്കാത്തവരാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലത്ത് ആ മഹാനാച്ചെന്ന് പറയുന്നത്, നിന്റെ മോളെ നീ എന്തിനു കുഴിച്ചു മൂടുന്നു? ദാരിദ്ര്യം പേടിച്ചിട്ടോ? ഞാൻ വളർത്തിക്കൊള്ളാം, ഞാൻ ഭക്ഷണം കൊടുത്തുകൊള്ളാം, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മൂടപ്പെടാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ, പ്രസവിക്കപ്പെട്ട പിഞ്ചു മക്കളെ ഏറ്റെടുത്ത് വളർത്തിയ ആളായിരുന്നു മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. മുസ്തനബി തങ്ങളുടെ ബിഅസത്തുമായി അദ്ദേഹത്തിന് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, നബി തങ്ങളെ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അന്നിരിക്കുമ്പോ നബി തങ്ങളുടെ കൂടെ 1-2 സ്വഹാബിമാരുമുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളെ പോലെയുള്ള ആളുകൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അവരെന്തോ ഭക്ഷണം കഴിക്കുകയാണ്. അവര് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു, സയ്യിദേ ഞങ്ങളുടെ കൂടെ കൂടുന്നോ ഭക്ഷണം കഴിക്കാൻ? ഇപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? നബി തങ്ങൾ അന്ന് നബിയല്ല, തങ്ങളോട് പറയാണ്, യാ മുഹമ്മദ് നബിയേ, സയ്യിദേ നിങ്ങൾക്കറിയോ ബിംബങ്ങൾക്ക് വേണ്ടി പൂജ നടത്തുന്ന ഈ ഭക്ഷണങ്ങളൊന്നും എനിക്ക് തിന്നാൻ ഇഷ്ടമല്ല, ഞാനിത് ചെയ്യൂല. ബിംബാരാധന എനിക്കിഷ്ടമല്ല. നബി തങ്ങൾ ബിംബാരാധന ചെയ്തു എന്നല്ല അതിനർത്ഥം. പക്ഷെ അന്ന് ചെയ്യുന്ന അറിവുകൾ, അന്ന് ചെയ്യുന്ന ബലിയർപ്പണങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ വിചാരിക്കുകയാണ് ഇത് അതായിരിക്കുമോ? എന്നിട്ട് ഇവർ അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, നബിയേ 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 ലാ ആകുലു ഞാൻ തിന്നൂല നബിയേ, മാ ദുബിഹ അലൻ നുസുബ് ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തു വെച്ചത് ഞാൻ തിന്നൂല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ സൂക്ഷ്മത കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹബീബായ തങ്ങളോട് പ്രിയപ്പെട്ട മോൻ മഹാനായ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്
അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയേ, എന്റെ വാപ്പയെ സംബന്ധിച്ച് എന്താ നബിയെ അങ്ങേക്ക് പറയാനുള്ളത്? എന്റെ വാപ്പയെ സംബന്ധിച്ച് എന്താ നബിയെ അങ്ങേക്ക് തോന്നുന്നത്? റഹിമഹുല്ലാഹ്, നബി തങ്ങൾ പറയാ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് മാത അലാ ദീനി ഇബ്രാഹീം, ഇബ്രാഹീം അലൈഹിസ്സലാമിന്റെ മതത്തിൽ ജീവിച്ച ആളാണ്. വലഖദ് റഅയ്തുഹു ഫിൽ ജന്നഹ് യസ്ഹബു ദുയൂലാ, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വർഗത്തിലൂടെ നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. യുബഅസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വാഹിദ, എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ 500 കൊല്ലത്തെ കാലഘട്ടമുണ്ട്, 570 കൊല്ലമുണ്ട്, 600ഓളം കൊല്ലത്തെ ബഅസത്തിന്റെ ഗ്യാപ്പുണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അഷ്റഫുൽ ഖൽഖിന്റെയും ഇടയിൽ. ആ കാലഘട്ടത്ത് വന്ന ഒരു സമൂഹമായി യുബഅസു ഉമ്മതൻ വാഹിദ, ഒരു സമൂഹമായി അല്ലാഹു ഈ ഒരു മനുഷ്യനെ നാളെ പുനർജന്മം കൊടുക്കുമെന്ന് മഹാനായ നബി തങ്ങൾ പറയുമ്പോൾ റഹിമഹുല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാ പറയുന്നത്. മഹാനായ ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ അല്ലാഹു തൃപ്തിപ്പെട്ടു, അല്ലാഹു തൃപ്തിപ്പെട്ടു. അവരെ ഒരു സൈന്യമായി, ഒരു സമൂഹമായി, ഒരു ഉമ്മത്തായി അല്ലാഹു നാളെ പുനർജന്മം കൊടുക്കുമെന്ന് പറയും. എന്തുകൊണ്ട്? റബ്ബേ, എനിക്ക് നന്നാവണം എന്ന കൊതി വന്നതിന്റെ പേരിൽ, എനിക്കൊന്ന് നല്ല ആളാവണം എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാവട്ടെ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാവട്ടെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും റബ്ബേ നിന്നെ കുറിച്ചറിയണം, നിന്നെ കുറിച്ച് പഠിക്കണം എന്ന ചിന്തയിലാണ് നമ്മൾ ഈ വന്നതെങ്കിൽ അള്ളാന്റെ മലക്കുകൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്, തിബ്തും ത്വാബ മംശാകും വതബവഅതും മിനൽ ജന്നതി മൻസിലാ, നിങ്ങൾ വന്നത് നന്നായി, നിങ്ങളുടെ ഇരുത്തം നന്നായി, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തൊരു വീട് അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ നമ്മളോട് പറയപ്പെടുമാർ. അല്ലാഹു നമ്മുടെ മനസ്സിനുള്ളിലെ നിയ്യത്ത് നന്നാക്കി തരട്ടെ. ഈ വരവും ഇരുത്തവും സത്യമന്വേഷിച്ചുള്ള ഇരുത്തമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. അത് ഒന്നുകൂടെ ഉഷാറാക്കാം അല്ലേ? ഒന്ന് ആഞ്ഞു പിടിച്ചാലേ. اللهم سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ നബിതങ്ങൾ, ഞങ്ങളുടെ ഹിദായത്തിന് കാരണക്കാരായ നബിതങ്ങൾ, അവർക്കുമേൽ നിന്റെ റഹ്മത്തും നിന്റെ സ്വലാത്തും നിന്റെ കരുണയും വർഷിക്കണമേ. അതാണ് ഇപ്പൊ നമ്മളെ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹിമഹുല്ലാഹ് ഫതറത്തിന്റെ കാലത്ത് കഴിഞ്ഞു പോയ ഒരാളെ സംബന്ധിച്ച് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ആ ഒരു ചിന്ത ഒന്നിലെ മനസ്സിൽ നിന്ന് എനിക്ക് നന്നാവണം, എനിക്കറിയണം ഹിദായത്ത്. അതുണ്ടായാൽ വഴി അല്ലാഹു എളുപ്പാക്കി തരും. നമുക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ നമുക്കറിയണമെന്നോ കാണണമെന്നോ പരിചയപ്പെടണമെന്നോ ഒക്കെ ആഗ്രഹമുള്ള ചില ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ നടത്തി തരുന്നത് ഇങ്ങനെ കാണാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ചില നന്മകൾ അള്ളാഹു അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ എളുപ്പാക്കി തരുന്നതാണ്. അപ്പോ പടച്ച റബ്ബേ, നിനക്കിഷ്ടമായൊരു വലിയനെ, നിനക്കിഷ്ടമായൊരു ആരിഫായ മനുഷ്യനെ, നിനക്കിഷ്ടമായ ഉഖ്റവിയായ ഒരു പണ്ഡിതനെ, നിനക്കിഷ്ടമായ നീ ഇൽമു കൊടുത്ത് ആദരിച്ച തഖ്വയുള്ള ഒരു ആലിമിന്റെ അരികത്തേക്ക് ഒരു മുതഅല്ലിമായി ചെല്ലാനോ പഠിക്കാനോ കേൾക്കാനോ അറിയാനോ എനിക്ക് തൗഫീഖ് തരണം പടച്ചോനെ എന്ന് അൻസുദ്ഖ് ഖൽബ്, മനസ്സിനുള്ളിലെ സത്യസന്ധമായ ഒരു ചിന്തയിൽ ഉയരുന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഖൽബിൽ ആഗ്രഹിക്കുക, നമുക്ക് തമന്നൗ ആഗ്രഹിച്ചോളൂ. അല്ലാഹു തആല നമുക്ക് എളുപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള അങ്ങനെ ഒരു യാത്രയാണ് വർഷങ്ങൾക്ക് മുമ്പ് സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പുത്രനായ സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാനുൽ ഫാരിസി എന്ന് കേട്ടിട്ടില്ലേ? പേർഷ്യക്കാരനായ സൽമാൻ.
സൽമാൻ അൽ ഫാരിസി, വാപ്പയുടെ പേര് പറയണില്ല അവിടെ. സൽമാൻ ദ പേർഷ്യൻ, സൽമാൻ ഇറാനിയായ സൽമാൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സൽമാനുൽ ഫാരിസി. നമ്മളത് കൊപ്പത്തുള്ള കുട്ടിക്ക് പേരിട്ടാലും അത് പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ വരിക. സൽമാനുൽ ഫാരിസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫാരിസ് അവരുടെ നാടിന്റെ പേരാണ്. സൽമാൻ എന്നാണ് പേര്, വാപ്പയുടെ പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വഹാബത്തും ഉലമാവും ചേർന്നിട്ട പേരാണ് സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മോൻ സൽമാൻ റളിയല്ലാഹു അൻഹു. വാപ്പയുടെ പേര് അറിയില്ല. വാപ്പ മജൂസിയായിരുന്നു, മാഗിയൻ, തീ ആരാധിച്ചിരുന്ന ആളായിരുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ പിതാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ വിദ്യാർത്ഥികള് പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ എത്തുന്ന സമയത്താണ് മതം മാറ്റത്തെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുക. വലിയൊരു വിഷയം സ്കൂളിലെ ടീച്ചേഴ്സ്, ഹൈസ്കൂൾ ടീച്ചേഴ്സ് തലയിലെങ്ങാനും വല്ല യുക്തിവാദം കയറിയിട്ടുണ്ടോ അത് കുട്ടികളെ പറഞ്ഞു കൊടുക്കും. എങ്ങനെയെങ്കിലും അവരെ വാക്കിലത് വരും. അങ്ങനെയാണ് കുട്ടികൾ തലതിരിഞ്ഞു പോവുക. കോളേജ് തലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ലെക്ചർ ചെയ്യുന്ന പ്രൊഫസർമാർ അവർക്ക് വല്ല യുക്തിവാദവോ എയ്ത്തീസോ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മക്കളെ അവർ ട്വിസ്റ്റ് ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. കാരണം അവരുടെ അധ്യാപകന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വലിയ വിഷയമാണ്. നമ്മുടെ മക്കൾ ഹയർ സ്റ്റഡീസിന് പോകുന്നു, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, സയൻസ് പഠിപ്പിക്കുന്ന ഒരാൾ, മെഡിസിൻ പഠിപ്പിക്കുന്ന ഒരാൾ ഒരു എത്തീസ്റ്റ് ആണെന്ന് വിചാരിക്കുക, നിരീശ്വരവാദി എന്ന് വിചാരിക്കുക, നമ്മുടെ മക്കളെ തലയിലേക്ക് അത് കയറിപ്പോയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പഠിക്കുന്ന സമയം ടീനേജുകാരനാണ്, 20 വയസ്സിൽ താഴെയാണ് പ്രായം. 15-16 വയസ്സുള്ള സമയത്താണ് റബ്ബേ എന്റെ വാപ്പയും എന്റെ നാട്ടുകാരും ചെയ്യുന്ന ഈ തീ കത്തിച്ച് ആരാധന ചെയ്യുന്ന തീ പൂജ, ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചത്. നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായമാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഒരുപാട് ബ്രിട്ടീഷുകാരായ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, അവര് ഷഹാദ ചെയ്യുന്ന ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ കഴിയും. ഷഹാദ പറയാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അൻത നോ കമ്പൽഷൻ, ആരും എന്നോട് നിർബന്ധിക്കാതെ, ആരും എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാതെ, ഐ ടെസ്റ്റിഫൈ, ഐ ബെയർ വിറ്റ്നസ്, ഞാൻ സാക്ഷി പറയുകയാണ്, there is no god worthy of worship except Allah, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. And I do believe and testify that Muhammad sallallahu alaihi wasallam is his final messenger. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ഉച്ചത്തിൽ പറയുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. എന്താ കാരണം എന്നറിയോ? മനസ്സിന് മാറ്റം വരുന്നത് ഈ ടീനേജിലാണ്. തല നന്നാവുന്നതും തല തിരിയുന്നതൊക്കെ ആ പ്രായത്തിലാണ്. ആഹുണ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, ആമീൻ. അന്ന് തുടങ്ങിയ യാത്രയാണ് സൽമാനുൽ ഫാരിസി തങ്ങളുടെ. ദീർഘമായ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് മുഴുവൻ പോകാൻ നമുക്ക് സമയമില്ല. വാപ്പ തീ കത്തിക്കാൻ വിട്ടപ്പോഴാ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് എന്തോ ഒരു ആരാധനയുടെ ശബ്ദം കേൾക്കുന്നത്. തന്റെ ഒരേ ഒരു മോൻ, കച്ചവടക്കാരനാണ് വാപ്പ, വലിയ ബിസിനസ്സുകാരനാണ്, ഒരേ ഒരു മോനെ, അതിന്റെ ഈ അനന്തരാവകാശിയായ ഒരു മോനേ ഉള്ളൂ. ആ മോന് തീ ആരാധകനായി വളരണം എന്ന് പിതാവിന്റെ തീരുമാനമാണ്. പക്ഷേ അപ്പോഴാണ് മുത്തുനബി തങ്ങൾ വരാത്ത കാലമാണ്, ഇസ്ലാം അന്ന് അവർക്കറിയില്ല, അന്ന് ക്രിസ്ത്യാനിസമാണ്, ഈസ നബിയുടെ ശരീഅത്താണ്. ആ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മതമറിയണം, എന്ത് വേണം, സിറിയയിലേക്ക് പോകണം. ഇത് വാപ്പ പറഞ്ഞപ്പോഴേക്കും മകനെ ലോക്ക് ചെയ്തു റൂമിലിട്ടിട്ട് പൂട്ടിയിട്ടു എന്നാണ്. ആ റൂമൊക്കെ കുത്തി തുറന്ന് തന്റെ കൂട്ടുകാരുടെ സഹായത്താൽ സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര പോകുന്നു ഈ +2 വിദ്യാർത്ഥിയായ അന്നത്തെ. സങ്കല്പിക്കാം, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. എന്തൊരു ധൈര്യം! നമ്മൾ രാജ്യം വിടാറുണ്ട് മക്കൾ വാപ്പാനോട് ഉമ്മാനോട് തെറ്റിയിട്ട് ട്രെയിൻ കയറി പോവുക. ഇവിടെ അടുത്ത് ട്രെയിൻ പട്ടാമ്പിന്ന് കിട്ടുമല്ലോ അല്ലേ? അങ്ങനെ നാട് വിട്ടുപോയി ബാംഗ്ലൂരും മദ്രാസിലൊക്കെ 10-20 കൊല്ലം നിന്ന് പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നേരത്തെ തിരിച്ചു വന്ന എത്ര ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ സദസ്സിലല്ല, നാട്ടിലെ. വാപ്പാനോട് തെറ്റിപ്പോയതാ ചെറുപ്പത്തിൽ, അങ്ങനെ ഉണ്ടാവും. വണ്ടി കയറി പോവാ, പിണങ്ങിയിട്ട് പോയത് അതല്ല, സത്യമറിയാനുള്ള യാത്രയാണ്. ഇറാഖിൽ ബഹുമാനപ്പെട്ടവർ പിന്നെ ഇറാഖിലേക്കാണ് പോകുന്നത്. മൗസിലിലേക്ക് പോയിട്ടുണ്ട്, നാസിബീനിലേക്ക് പോയിട്ടുണ്ട്, അവിടെ നിന്ന് തുർക്കിയിലേക്ക് പോകുന്നു.
തുർക്കിയിൽ നിന്നാണ് മഹാനവറുകൾ മുത്തുനബി തങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്നത്. അങ്ങനെ തുർക്കിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നേരെ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. ആ യാത്ര മക്കയിലെത്തിപ്പെടുന്നു. ഒരു ജൂതൻ, ആ ജൂതന്റെ വീട്ടിലേക്ക് അടിമയായി വിൽക്കപ്പെടുന്നു. ആ അടിമയുടെ ബന്ധുവിന് മദീനയിലേക്ക് കച്ചവടം ചെയ്യപ്പെടുന്നു. ആ അടിമയുടെ ഉടമസ്ഥന്റെ കീഴിലായി അടിമയായി മഹാനായ സൽമാനുൽ ഫാരിസി എന്ന വലിയൊരു മുതലാളിയുടെ മോൻ സത്യമന്വേഷിച്ചുള്ള യാത്രയിൽ ഈത്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴാ താഴെ നിന്ന് ആരോ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഒരു നബി വന്നു കേട്ടോ, എന്തോ ഒരു പ്രഭയുള്ള മുഖം. ആളുകളൊക്കെ പാടിയില്ലേ? ആരാണവരത് പാടാൻ പഠിപ്പിച്ചതെന്നറിയില്ല. അങ്ങനെയാണല്ലോ മദീനയുടെ പാട്ട് വലിയൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ ദഫിന് പഠിപ്പിക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദന്മാർ പറഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ് ദഫ് പാട്ട്. സ്വഹാബിമാർ, അന്നത്തെ മദീനക്കാരായ അൻസ്വാരികൾ ആര് പറഞ്ഞെടുത്തു അവർക്ക് ത്വല അൽ ബദ്റു ചൊല്ലാൻ? എന്തൊരു മനോഹരമായി ചൊല്ലി അവര്. പൂമുഖമല്ലയോ പൂർണ്ണ ചന്ദ്രനല്ലേ ഉദിച്ചത്? ത്വല അൽ ബദ്റു അലൈന ത്വല അൽ طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا مرحبا يا خير داعي നബിയേ സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണ ചന്ദ്രനേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണവരെ ഒരുമിച്ചിരുന്ന് പാടാൻ പഠിപ്പിച്ചത്? ആര്? മുത്തുനബി തങ്ങൾ. ബദറുൽ മുനീറാണെന്ന ശോഭയുള്ള മുഖമുള്ള ഹബീബായ നബിയെ ബദറുൽ മുനീർ എന്ന് ഒരുമിച്ച് ചേർന്ന് വിളിക്കാനും പാടാനും ആരാണവരെ പഠിപ്പിച്ചത്? അല്ലാഹു അല്ലാതെ. ഹബീബിനെ സ്വീകരിച്ചവരല്ലയോ അൻസ്വാരികൾ? ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസ്വാർ. മദീനക്കാരോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണത്രേ. അൻസ്വാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസ്വാർ. കാപട്യത്തിന്റെ അടയാളമാണ് അൻസ്വാരികളോട് പിണക്കം, അവരോട് ദേഷ്യം, അവരോട് വെറുപ്പുണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. മുത്തുനബി തങ്ങളുടെ വരവിനെ കുറിച്ചാ പറയുന്നത്. തന്റെ ഉടമസ്ഥന്റെ ബന്ധുക്കള് നല്ല മുഖമുള്ള ഒരാൾ, ആ മുഖം കണ്ടാൽ അറിയാം ലൈസ ബികദ്ദാബ്, ഈ നബി നുണ പറയുന്നവരല്ല എന്ന് ആ നബിയുടെ മുഖം കണ്ടാൽ മനസ്സിലാകും. പോലീസുകാർക്ക് കള്ളന്മാരെ വേഗം തിരിയെന്ന് പറയും. ചിലര് പറയും കള്ളന്മാർക്ക് കള്ളന്മാരെ വേഗം കണ്ടാൽ തിരിയും. നമ്മുടെ ഉലമാ ഒക്കെ പറയുന്ന ഉലമാഇനിടയിലുള്ള ഒരു വാക്കുണ്ട്, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് പറയും. പക്ഷെ നമ്മൾ പറയും കള്ളന്മാർക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും അല്ലേ? സുബ്ഹാനല്ലാഹ്. അന്ന് മദീനക്കാര് പറയാ മുത്ത് നബിയുടെ മുഖം കണ്ടിട്ട്, ഇവരൊക്കെ ജൂതന്മാരാന്ന് അവര് പറയാ, മുഖം കണ്ടിട്ട് ഒരിക്കലും നുണ പറയുന്ന ആളാണെന്ന് പറയൂല. മുഖം കണ്ടിട്ട് എന്തൊരു ഭംഗി, എന്തൊരു വെളിച്ചം, ആ ഒരു എടുപ്പും ആ നബിയുടെ വാക്കുകളും ഭയങ്കരം. തങ്ങളുടെ പറഞ്ഞപ്പോൾ ചാടി താഴേക്ക് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തുർക്കിയിൽ നിന്ന് വരുമ്പോ തുർക്കിയിൽ കണ്ട അവസാനത്തെ പുരോഹിതനാണ് പറഞ്ഞത്, മുത്ത് നബി അറിയാൻ ഞാൻ രണ്ടടയാളം തരാം. ഒന്ന്, ആ നബിയുടെ മുമ്പിലേക്ക് സ്വതക്ക കൊണ്ടുപോയി കൊടുത്താൽ, ദാനധർമ്മങ്ങൾ കൊടുത്താൽ ആ നബി അത് സ്വീകരിക്കൂല. ആ നബി തങ്ങൾക്ക് നിങ്ങൾ സമ്മാനം കൊടുത്താൽ നബി സ്വീകരിച്ചേക്കും. മറ്റൊന്ന്, ഹബീബിന്റെ വലത് ചുമലിൽ ഹബീബിന്റെ പുറം ഭാഗത്തുണ്ട് ഖാതമുൻ നുബുവ, നുബുവത്തിന്റെ അടയാളമുണ്ട്, പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ അല്പം റുതബ്, പച്ചക്കാരക്കയുണ്ട് നബിയേ. എന്താ ഇത്? സ്വദഖ, ദാനമാ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വാങ്ങിച്ചു വെച്ചു, ഒന്നും കഴിച്ചില്ല, എല്ലാവർക്കും വിതരണം ചെയ്തു, തങ്ങളത് തൊട്ടില്ല. ഓ, ആ പറഞ്ഞതുപോലെ. രണ്ടാമത്തെ ദിവസം വന്നു നബിയേ റുതബ്,
ഈത്തപ്പഴമാ നബിയെ. ഇതെന്താ? ഹദിയത്തും മിന്നി ഇലൈക്, ഇത് എന്റെ ദാനമാണ്, അങ്ങേക്കുള്ള സമ്മാനമാണ് നബിയെ, ഇതെന്റെ സമ്മാനമാണ്. അതിലൊന്നെടുത്ത് കഴിച്ചു, ബാക്കി സ്വഹാബത്തിന് കൊടുത്തു. ഓ, പറഞ്ഞതുപോലെ തന്നെ സമ്മാനം നബി സ്വീകരിക്കുന്നുണ്ട്, ദാനധർമ്മം നബി സ്വീകരിക്കുന്നില്ല. ഇനി കാണേണ്ടത് മറ്റൊന്നാണ്. ഖാതമുൻ നുബുവ്വ. വർഷങ്ങളായി തുടങ്ങിയ യാത്രയായിരുന്നവത്. നാട് വിട്ടു പോന്നിട്ട് 15ഓളം കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് അവസാനം കണ്ട പുരോഹിതൻ പറഞ്ഞത്, സത്യദീൻ ഇനി മദീനയിൽ ബൈനൽ ഹർറതൈൻ, കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട മലകൾക്കിടയിൽ ഫലഭൂയിഷ്ടമായ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു നാട്ടിലാണ് ഇനി അന്ത്യപ്രവാചകൻ വരാൻ പോകുന്നത്. ഇവിടെയല്ല, തുർക്കിയിലല്ല, ഇറാഖിലല്ല, ഫലസ്തീനിലല്ല, പൊയ്ക്കോ അങ്ങ് ജസീറത്തുൽ അറബിലേക്ക്. ആ യാത്രയാണിത്. ആ പ്രവാചകരുടെ ചുമലിൽ ഒരു ഖാതമുൻ നുബുവ്വ, പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്. അന്ന് മദീനയിൽ ഒരു സ്വഹാബി മരിക്കുന്നു. ആ സ്വഹാബിയെ മറവു ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങുന്നു. നബി തങ്ങളുടെ മേൽത്തട്ടം ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഖമീസല്ല, ഒരു തട്ടമാണ്, മണ്ണിലേക്ക് ഇറങ്ങല്ലേ. അപ്പോഴാണ് സൽമാൻ എന്നവർ ഇടക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. താഴെ നിന്ന്, സൈഡിൽ നിന്ന്, ഇടത് നിന്ന്, വലത് നിന്ന്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, യാ സൽമാൻ, സൽമാനെ എന്താ നിങ്ങൾ നോക്കുന്നത്? എന്താ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്? നബിയേ, ഖാതമുൻ നുബുവ്വ, അങ്ങയുടെ വലതു ഭാഗത്തെ ചുമലിൽ ആ വസ്ത്രം ഒന്ന് നീക്കി തരൂ നബിയെ. എന്തിന്? ഖാതമുൻ നുബുവ്വ കാണാനോ? അതേ നബിയെ. ദാ സൽമാനെ കണ്ടോളൂ. ചുംബിച്ചുകൊണ്ട് ഹബീബിന്റെ ദേഹത്തേക്ക് വീഴുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു. യാ റസൂൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, സമാവിയായ ഇലാഹിയായ ഒരു സന്ദേശം എവിടെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങിയ 15 വയസ്സിൽ തുടങ്ങി അത്രയാ നബിയെ ഇവിടെ അവസാനിക്കുന്നത്. ഞാൻ മൗസിലിലേക്ക് പോയിട്ടുണ്ട്, സിറിയയിലേക്ക് പോയിട്ടുണ്ട്, നാസിബീനിലേക്ക് പോയിട്ടുണ്ട് നബിയെ, തുർക്കിയിലേക്ക് പോയിട്ടുണ്ട്. തുർക്കിയിലെ ഒരു പുരോഹിതനാ പറഞ്ഞത്, ഈ അടയാളമുള്ള ഒരു അന്ത്യപ്രവാചകർ വരും. അവര് വന്നാൽ അത് ലോകത്തിന്റെ നിധിയാണ്, ലോകത്തിന് കരുണയാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്. അവരുടെ വലത് തോളിൽ, വലത് കൈയിൽ ചുമലിൽ, ഹബീബിന്റെ വലത് തോളിൽ ഖാതമുൻ നുബുവ്വ, ഹബീബിന്റെ ദേഹത്ത് ഒരു ചെമന്നടയാളമുണ്ട്, പ്രവാചകത്വത്തിന്റെ അടയാളം. സ്വതക്ക കൊടുത്താൽ സ്വീകരിക്കൂല, സമ്മാനം കൊടുത്താൽ സ്വീകരിക്കും. നബിയേ, റഅയ്തുഹാ, എല്ലാം കണ്ടു നബിയെ, ഞാൻ എന്റെ യാത്രഫലം കണ്ടിരിക്കുന്നു. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ എന്റെ കുടുംബമാണ്, എന്റെ ബന്ധുവാണ്. അറബി അറിയാത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്റെ അഹ്ലു ബൈത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബി പിന്നെ പഠിച്ചെടുക്കുകയാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, ഹബീബായ നബി തങ്ങളെ പോറ്റി വളർത്തുകയും ഹബീബിന് താങ്ങും തണലായി മാറുകയും ചെയ്ത. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, ജനിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ടു പോയ ഒരു യതീമാണെന്ന് നബിയെ അങ്ങയെ അല്ലാഹു അറിയുകയും ആ യതീമിന് സംരക്ഷണമായി ഒരു പ്രിയപ്പെട്ട മുതാപ്പെ അബൂ ത്വാലിബിന് നൽകുകയും ചെയ്തില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ച, സ്വന്തം നാട്ടിൽ ജീവിക്കുകയും ഹബീബിന്റെ അത്ഭുതങ്ങൾ കാണുകയും മുത്തുനബി തങ്ങളെ പാതിരാത്രി കിടപ്പറയിൽ കാണാതെ വരുമ്പോ, ഐനബിനി, എന്റെ മോനെവിടെ, എന്റെ മോനെവിടെ, എന്റെ കുട്ടി എവിടെ പോയി എന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഅബാലയത്തിന്റെ ചുറ്റും ഓടി നടന്ന് അവസാനം വീട്ടിലേക്ക് തന്നെ നിരാശയോടുകൂടെ തിരിച്ചു വരുമ്പോ മുത്തുനബി തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. മോനെ, നീ എവിടെ പോയിരുന്നു മോനെ? ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ എവിടെയും പോയില്ലല്ലോ. ചെറിയ കുഞ്ഞായിരിക്കെ അള്ളാഹുവിന്റെ മാലാഖമാർ എടുത്തുകൊണ്ടു പോകുന്നത് കാണുമായിരുന്ന അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടില്ലാത്ത ഹിദായത്തിന്റെ വെളിച്ചം 15കാരനായി യാത്ര തുടങ്ങിയ ഈമാനിന്റെ വെളിച്ചം അന്വേഷിച്ചു വന്നവർക്ക്
മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് അല്ലാഹു അത് നൽകി കൊടുക്കുന്നു. അന അലാ ദീനി അബ്ദുൽ മുത്തലിബ് أنا على دين عبد المطلب ولقد علمت بأن دين محمد من خير أديان البرية دينا لولا الملامة وحذار مسبتي لوجدتني سمحا بذاك مبينا. നബിയേ, നിങ്ങളുടെ മതം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് വേണ്ട. ഇത് സത്യമാണെന്നറിയാം, പക്ഷെ എനിക്കിപ്പോ വേണ്ട. ഇത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ നാട്ടുകാരെന്നെ കളിയാക്കൂലേ, അവരെന്നെ പരിഹസിക്കില്ലയോ? അതുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നില്ല നബിയേ. ഹബീബായ മുത്ത് നബിയോട് അല്ലാഹുവിന്റെ മറുപടി, إنك لا تهدي من أحببت ولكن الله يهدي من يشاء. നബിയേ, വേണ്ട എന്ന് പറയുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ഇത്. അങ്ങ് ഇഷ്ടപ്പെട്ടാലും അങ്ങ് കൊതിക്കുന്നുണ്ട്. അങ്ങയുടെ അഭയമായ മുസാഫ, അങ്ങയുടെ മഅ്വയായ യജിദ്ക യതീമൻ ഫആവാ, ആ മഅ്വയായ മുസാഫക്ക് സ്വർഗം കിട്ടണമെന്ന് നബിയേ അങ്ങ് കൊതിച്ചാലും മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെച്ചവർക്ക് ഇത് അല്ലാഹു നൽകില്ല നബിയേ. ഇത് വേണമെന്ന് അന്വേഷിച്ച് ജസീറത്തുൽ അറബിന്റെ അങ്ങറ്റത്ത് നിന്ന്, ഇറാനിൽ നിന്ന്, തെഹ്റാനിൽ നിന്ന് മഹാനായ സൽമാൻ ഇബ്നുൽ ഇസ്ലാം, വാപ്പയുടെ പേരെന്താണെന്നറിയില്ല, പക്ഷേ ഒരു വാപ്പയുണ്ട് ഇസ്ലാം. ഇസ്ലാമിന്റെ മോനായ സൽമാൻ റളിയല്ലാഹു അൻഹു അത് വേണമെന്ന് കൊതിച്ചു വന്നല്ലോ നബിയേ. സൽമാനിന് നമ്മൾ കൊടുത്തു നബിയേ. പക്ഷേ നിങ്ങളുടെ മൂച്ചാപ്പാക്ക് കൺമുമ്പിൽ കിട്ടിയിട്ടതിന്റെ വില മനസ്സിലായില്ല. നമ്മൾ കൊടുക്കുന്നില്ല നബിയേ. വലൗ അഹ്ബബ്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തന്നെയും നബിയേ നാം അത് കൊടുക്കില്ല. ആർക്ക് കൊടുക്കുന്നു? ഇത് ദാഹിച്ചു വരുന്നവർക്ക്, എന്റെ റബ്ബിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എനിക്കിവിടെ ജീവിക്കാൻ അവസരം തന്നവൻ, എന്റെ മാതാപിതാക്കളിലൂടെ എനിക്കൊരു എക്സിസ്റ്റൻസ്, ഒരു അസ്തിത്വം ഈ ലോകത്ത് എനിക്ക് തന്നവൻ, എനിക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ നൽകുകയും കണ്ണും കാതും മൂക്കും നൽകുകയും ശ്വസിക്കാൻ ഓക്സിജനും കാണാൻ പ്രവിശാലമായ ലോകവും കേൾക്കാൻ ശബ്ദവീചികളും എല്ലാം സംവിധാനിച്ച എന്റെ പടച്ചവനാരോ, അവനെയൊന്ന് നമിക്കണം എനിക്ക്, അവനെയൊന്നറിയണം എനിക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങൾ പടച്ചവനെ നിന്നെ എനിക്കറിയണം. ഇത് കൊതിച്ചു വരുന്നവർക്ക് നാം കൊടുക്കുന്നുണ്ട് നബിയേ. നന്നാവണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടിയിട്ടതിന്റെ വില മനസ്സിലാകാത്തവർ, എന്റെ മുഅ്മിനെ സഹോദര സഹോദരി, വിദ്യാർത്ഥിനികളെ, ഇസ്ലാം അമൂല്യമാണ്, വിലമതിക്കാനാവാത്തതാണ്. നമ്മൾ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് അല്ലാഹു നൽകിയ വലിയൊരു ഭാഗ്യമല്ലയോ? അത് കിട്ടാത്തവരെ കുറിച്ച് ആലോചിച്ചുവോ? നാളെ എന്തായിരിക്കും അല്ലാഹുവിന്റെ വിധിയെന്ന്? നമ്മൾ വലിയ ഭാഗ്യവാന്മാർ. എന്നിട്ട് എന്തേ നമുക്ക് 5 നേരത്തെ നിസ്കാരം ഭാരമാകുന്നത്? എന്തേ നമുക്കത് ഭാരമായത്? ഈ സൽമാൻ എന്നവരെ പറ്റിയാണല്ലോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹായ ഹദീസുണ്ട്, ബിസനദിൻ റിജാലുഹു സിഖാത്ത്. മഹാനായ അലി തങ്ങൾ പറയുന്നുണ്ട്, അദ്റകൽ ഇൽമൽ അവ്വല വൽ ഇൽമൽ ആഖിർ. അന്ത്യത്തെയും ആദ്യത്തെയും ഇൽമ ലഭിച്ചവർ, ജ്ഞാനത്തിന്റെ ആദ്യവും ഒടുക്കവും കിട്ടിയവർ. ബഹ്റുൻ ലാ യുദ്റഖു ഖഅറുഹു, ആഴം എത്രയാണെന്നറിയാത്ത ആഴക്കടലാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. അദ്റകൽ ഇൽമൽ അവ്വല വൽ ഇൽമൽ ആഖിർ, ജ്ഞാനത്തിന്റെ അവ്വലും ആഖിറും കിട്ടിയവർ, ജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ തുടക്കവും ഒടുക്കവും കിട്ടിയവർ. ബഹ്റുൻ ലാ യുദ്റഖു ഖഅറു, ആഴം എത്രയാണെന്നറിയാത്ത ആഴമേറിയ വിജ്ഞാനത്തിന്റെ കടലാണ് സൽമാൻ. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ അഹ്ലു ബൈത്താണ്. മുത്തുനബിയുടെ കുടുംബത്തിൽ ജനിച്ചവനല്ല, പക്ഷെ ഈമാനിന്റെ അന്വേഷണം കൊണ്ട് സൽമാനിന് അല്ലാഹുവിന്റെ ഹബീബ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സമ്മാനമാണ് അഹ്ലു ബൈത്ത് എന്ന പേര്. സൽമാൻ എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ എന്റെ അഹ്ലു ബൈത്താണ്. ഇത് അല്ലാഹു നൽകുന്ന കരുണയല്ലോ, അല്ലാഹു നൽകുന്ന കരുണയല്ലേ ഇത്? എത്ര വലിയ കരുണയാണിത്, എത്ര വലിയ കരുണയാണ്.
മുത്തുനബി തങ്ങളുടെ ആ കാലഘട്ടത്തിൽ സത്യമറിയാൻ അവസരമുണ്ടായിരുന്ന അബൂ ത്വാലിബ്. പേരെന്താന്ന് ചോദിച്ചാൽ അബ്ദുമനാഫ്. ഏതാ കുടുംബം? പിതാക്കന്മാരുടെ ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജാമഅത്നാ യാ ജരീറുൽ മജാമിഉ. പിതാക്കന്മാരുടെ ചരിത്രം തന്നെ പറയാൻ കഴിയും. അങ്ങനത്തെ പാരമ്പര്യമുള്ള അബൂ ത്വാലിബ് ഉണ്ട് അവിടെ. സൽമാൻ എന്നവരുടെ പേരെന്ത്? സൽമാൻ. ആരാണ് വാപ്പ? ഇസ്ലാം. വേറൊന്നും പറയാനില്ല. എത്രയാണ് സമ്പത്ത് അബൂ ത്വാലിബേ? നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പേര് പറയാനുണ്ട്. നൂറുകണക്കിന് ഒട്ടകം. എന്നാൽ സൽമാൻ, എന്താ നിങ്ങളുടെ സമ്പത്ത്? എന്താ നിങ്ങളുടെ സമ്പത്ത്? ഇസ്ലാം. ഇസ്ലാം. എന്താ നിങ്ങളുടെ വസ്ത്രം? വിനയം. എന്താ നിങ്ങളുടെ ഭക്ഷണം? വിശപ്പ്. എന്താ നിങ്ങളുടെ പാനീയം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്? കൺതുള്ളികൾ. എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാനുള്ള തലയിണയുടെ ക്വാളിറ്റി? എന്ത്? അസ്സഹർ, എനിക്ക് ഉറക്കമില്ല. എന്താ നിങ്ങളുടെ അഭിമാനം? എന്തഭിമാനമാ നിങ്ങൾക്ക് പറയാനുള്ളത്? സൽമാനു മിന്നാ, മുത്തുനബി തങ്ങൾ ഞങ്ങളിൽ പെട്ടവനെന്ന് പറഞ്ഞില്ലേ എന്നെ പറ്റി? അത് മാത്രം, വേറൊന്നുമില്ല. സൽമാൻ എന്നവർക്ക് അല്ലാഹു അത് കൊടുത്തു. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോളൂ മുഅ്മിനേ, മരണം വരെ ഈ ഹിദായത്തിൽ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹുവിനോട് ചോദിച്ചോളൂ. അല്ലാഹു നമുക്കത് തരട്ടെ. അല്ലാഹു ഈമാനിലായി ഹുസ്നുൽ ഖാതിമത്ത് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.